എക്കോ മൂവി കഴിഞ്ഞ ദിവസം OTT-യിൽ വന്നിട്ടുണ്ട്. മൂവി കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് ഈ വീഡിയോ കാണുക. സ്പോയിലേഴ്സ് ഉണ്ടാവും. ഈ മൂവിക്ക് എക്കോ എന്ന ടൈറ്റിൽ ഇടാൻ എന്താ കാരണം? ഇതിന്റെ ഡയറക്ടർ ദിൻജിത്ത് അയ്യത്താൻ പറഞ്ഞത് എക്കോ എന്ന വാക്കിന് പല മീനിംഗ് ഉണ്ടെന്നാണ്. മലയാളത്തിൽ എക്കോ മീൻസ് പ്രതിധ്വനിക്കുക. മലേഷ്യയിൽ നടന്നതായി കാണിക്കുന്ന പല ഫ്ലാഷ് ബാക്ക് സീൻസും പ്രസന്റിലും നടന്നതായി കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, മലേഷ്യയിൽ വെച്ച് സോയി ഒരു തടവിലാണ്. അതുപോലെ കേരളത്തിൽ കുര്യൻ തടവിലാണ്. പിന്നെ മലേഷ്യയിലും നാട്ടിലും മ്ലാത്തിച്ചേട്ടത്തി താമസിക്കുന്നത് ഒറ്റപ്പെട്ട നിലയിലാണ്. പിന്നെ പട്ടികൾ മ്ലാത്തിച്ചേട്ടത്തിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ. പിന്നെ സാൻസ്ക്രിറ്റിൽ എക്കോ എന്ന വാക്കിന്റെ അർത്ഥം ഏക എന്നാണ്. ഏക മീൻസ് വൺ. ചില ഡോഗ്സിന് ഒറ്റ മാസ്റ്ററെ ഉണ്ടാവൂ എന്ന് മൂവിയിൽ പറയുന്നുണ്ട്. എക്കോ സിസ്റ്റം ഭംഗിയായി ഒപ്പിയെടുത്തിരിക്കുന്ന മൂവി ആയതുകൊണ്ട് തന്നെ എക്കോ സിസ്റ്റത്തിന്റെ എക്കോയും ആവാം. അതുപോലെ ജാപ്പനീസ് ഭാഷയിൽ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് അനുസരിച്ച് ദ ട്രാൻസ്ഫർ ഓഫ് മെറിറ്റ് ഓർ ഡെഡിക്കേഷൻ ഓഫ് ഗുഡ് ഡീഡ്സ്, അതായത് കർമ്മ കൈമാറ്റം ഓർ കർമ്മബലം അനുഭവിക്കുക എന്നൊക്കെ പറയാം. ഈ സീനിൽ പീയൂഷിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി മനസ്സിലാക്കുന്ന നരനും പാപ്പച്ചനും സംസാരിക്കുമ്പോൾ തിയേറ്ററിൽ ഓടുന്നത് പേൾമിയോ മർഡർ കേസ് എന്ന മൂവിയാണ്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത മൂവിയാണെന്നും ഈ സിനിമ പുറത്തിറങ്ങിയപ്പോൾ ഒരു പയ്യൻ സിനിമയുടെ പ്രൊഡ്യൂസറിനെ കണ്ട് ഇത് തന്റെ കഥയാണെന്നും സിനിമയുടെ പ്രോഫിറ്റ് ഷെയർ വേണമെന്നും ഭീഷണിപ്പെടുത്തിയതായി പറയുന്നുണ്ട്. ആ പയ്യന്റെ പേര് മണികണ്ഠനാണെന്നും പറയുന്നുണ്ട്. അതുപോലെ പീയൂഷിന്റെ കാര്യം നരൻ തിരിച്ചറിഞ്ഞത് പോലീസിലെ കുറച്ച് സുഹൃത്തുക്കൾ വഴിയാണെന്ന് പറയുന്നുണ്ട്. ആ പോലീസ് ബിനു പപ്പു ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സിനിമയുടെ തുടക്കത്തിൽ ബിനു പപ്പു മ്ലാത്തിച്ചേട്ടത്തിയുടെ വീട്ടിൽ പോകുന്നത് പീയൂഷിനെ നരനും പാപ്പച്ചനും കാറിൽ കയറ്റി കൊണ്ടുപോയി എന്ന സിഗ്നൽ കിട്ടിയതിനു ശേഷമാണ്. ആ പോയത് ബിനു പപ്പു ആണെന്ന് അറിയുമ്പോൾ തന്നെ ഇതൊരു ടീം വർക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇടയിൽ കേൾക്കുന്ന ഈ ഡയലോഗ് ഒന്ന് ശ്രദ്ധിച്ചേ. അതായത് ഒരു കുട്ടി ഒരാളോട് ഭക്ഷണം വാങ്ങി തരാമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഞാൻ തന്നാൽ പകരം നീ എനിക്ക് എന്ത് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. മണികണ്ഠൻ കുട്ടിയായിരിക്കുമ്പോൾ അച്ഛനും അമ്മയും മരിച്ച് കുര്യന്റെ അടുത്ത് എത്തിയത് എങ്ങനെയാണെന്ന് ഈ സീൻ വ്യക്തമാക്കുന്നു. മൂവിയുടെ ക്ലൈമാക്സിൽ മണികണ്ഠൻ അഥവാ പീയൂഷ് കുര്യച്ചന് അതുവരെ ചോറ് കൊടുത്തിരുന്ന മുള കാണുന്നുണ്ട്. അപ്പോ ഇത്രയും നാൾ എങ്ങനെ പീയൂഷ് അറിയാതെ മ്ലാത്തിച്ചേട്ടത്തി കുര്യന് ആഹാരം എത്തിച്ചു കൊടുത്തു എന്ന സംശയം സ്വാഭാവികമായും തോന്നാം. ഇതിന്റെ ഉത്തരം മൂവിയുടെ തുടക്കത്തിൽ തന്നെയുണ്ട്. പീയൂഷ് പുറത്തു പോകുന്ന സമയത്താണ് മ്ലാത്തിച്ചേട്ടത്തി ചോറിന് അരിയിടാറ്. എന്നിട്ട് പട്ടികൾ അത് കുര്യന്റെ അടുത്ത് എത്തിക്കുന്നു. പീയൂഷിനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞ ശേഷം ഇനി അത് ഒളിപ്പിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് മ്ലാത്തിച്ചേട്ടത്തി അത് പീയൂഷ് കാണുന്ന രീതിയിൽ ഇടുന്നത്. മ്ലാത്തിച്ചേട്ടത്തി പീയൂഷിനോട് മലേഷ്യയിൽ നിന്നും നാട്ടിലെത്തിയ കഥ പറയുമ്പോൾ കുര്യൻ യോസിയെ കള്ളക്കേസിൽ കുടുക്കിയ കാര്യവും തന്നെ ചതിച്ച കാര്യവും പറയുന്നില്ല. കാരണം പീയൂഷിനെ ആദ്യം മുതലേ മ്ലാത്തിച്ചേട്ടത്തി വിശ്വസിക്കുന്നില്ല. പീയൂഷ് മരുന്ന് കൊടുക്കുമ്പോഴും ആഹാരം കൊടുക്കുമ്പോഴും മ്ലാത്തിച്ചേട്ടത്തി ആദ്യം കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യുന്നില്ല. ഈ ഡീറ്റെയിലിംഗ് ഒക്കെ മ്ലാത്തിച്ചേട്ടത്തിയുടെ വിജിലൻസ് കാണിക്കുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ പട്ടികൾ പീയൂഷുമായി ഫ്രണ്ട്ലി ആയിരുന്നു. എന്നാൽ ലാസ്റ്റ് അത് മാറുന്നു. ക്ലൈമാക്സിൽ മ്ലാത്തിച്ചേട്ടത്തി ബൈനാക്കുലർ വെച്ച് കുര്യനെ തടവിലാക്കിയ മലമുകളിലേക്ക് നോക്കുന്നു. എന്നാൽ മൂവിയുടെ പല ഭാഗങ്ങളിലും മ്ലാത്തിച്ചേട്ടത്തി അങ്ങോട്ട് നോക്കുന്നതായി തുടക്കം മുതലേ കാണിക്കുന്നുണ്ട്. മലേഷ്യയിൽ വെച്ച് കുര്യനെയും പോത്തനെയും പട്ടികൾ ആ വീട്ടിലേക്ക് കയറാൻ സമ്മതിക്കാതെ ഇരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ പട്ടികൾ രണ്ടുപേരായി വിങ് ആയി തിരിഞ്ഞാണ് ആക്രമിക്കുന്നത് എന്നാണ്. അതുപോലെ തന്നെ രണ്ടുപേരുടെ വിങ് ആയാണ് സിനിമയിൽ മിക്ക സീൻസിലും പട്ടികൾ ഗാർഡ് ചെയ്യുന്നതും ആക്രമിക്കുന്നതും കാണിക്കുന്നത്. ഇതിൽ നിന്നും ഇവരെ കുര്യനായിരിക്കില്ല മ്ലാത്തിച്ചേട്ടത്തി തന്നെയായിരിക്കും ട്രെയിൻ ചെയ്തത് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ മലേഷ്യയിൽ വെച്ച് യോസിയ കുര്യനോടും പോത്തനോടും പറയുന്നുണ്ട് ഈ പട്ടികളെ അവർ പരമ്പരാഗതമായി വളർത്തുന്നതാണെന്നും അതുകൊണ്ട് തന്നെ പുറത്തുള്ള പെൺപട്ടികളുടെ മേൽ ഇവരുടെ നോട്ടം പോലും വരില്ല എന്ന്. അതുകൊണ്ടാണ് പോത്തൻ കൊണ്ടുവന്ന പെൺപട്ടിയുമായി അവിടെയുള്ള പട്ടികൾ മീറ്റ് ചെയ്യാത്തത്. ഈ സീനിൽ ഒരു പട്ടിക്കുഞ്ഞിനെ ആരോ വളർത്താൻ ചോദിച്ചിട്ടുണ്ടെന്ന് പീയൂഷ് പറയുമ്പോൾ മ്ലാത്തിച്ചേട്ടത്തി പറയുന്നുണ്ട് കുറ്റം ചെയ്തവരെ തടവിലാക്കുന്നത് പോലെയാണോ സ്വതന്ത്രമായി ജീവിക്കേണ്ട പട്ടികളെ വളർത്തേണ്ടത് എന്ന്. അതായത് കുറ്റം ചെയ്ത കുര്യനെ തടവിലാക്കണം എന്ന് കാണിക്കുന്നു. പല കാലഘട്ടങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ കഥയിൽ പറയുന്നുണ്ട്. കുര്യനും പോത്തനും യോസിയുടെ വീട്ടിലെത്തുന്നത് 1940-ലാണ്, രണ്ടാം ലോക മഹായുദ്ധ സമയത്ത്. 1970-കളിലാണ് തോട്ട പൊട്ടി ആത്മഹത്യ ചെയ്ത ഒരു ദമ്പതികളുടെ മകനായ 6 വയസ്സ് മാത്രമുള്ള മണികണ്ഠൻ കുര്യന്റെ അടുത്തെത്തുന്നത്. ഡ്രൈവർ അപ്പൂട്ടിയോടൊപ്പം വീട്ടിലെത്തുന്ന കുര്യൻ പറയുന്നുണ്ട് ഒരു കത്തിക്കുത്തുണ്ടായെന്നും കൂടെയുണ്ടായിരുന്ന ഒരു പയ്യൻ മറ്റൊരാളെ കുത്തിയെന്നും പറയുന്നുണ്ട്. ആ പയ്യൻ മണികണ്ഠനായിരുന്നു. പോലീസ് സഹായിക്കില്ല എന്നും കുര്യൻ പറയുന്നുണ്ട്. അതുവരെ കുര്യനെ പല കേസുകളിൽ നിന്നും സഹായിച്ചുകൊണ്ടിരുന്നത് DYSP ആയ നരനായിരുന്നു. പക്ഷെ നരനെയും കുര്യൻ ചതിച്ചതുകൊണ്ടാണ്
ഡിവൈഎസ്പി സഹായിക്കില്ല എന്ന് കുര്യൻ പറയുന്നത്. കക്കയം ക്യാമ്പ് പ്രശ്നങ്ങൾ നടക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ്, അതായത് 70കളിൽ. പീയൂഷിന്റെ പ്രായം വെച്ച് പ്രസന്റ് കഥ നടക്കുന്നത് 80കളിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫൈൻഡിങ്സും ഒബ്സർവേഷൻസും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.